കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 4 ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള ട്രെയിന് 4 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വരിക. അത് മുംബൈ CST നിന്ന് കർജാത്ത് വരെയാണ് പോവുക. അതിൻ്റെ മുമ്പുള്ള സ്റ്റേഷനാണ് നെരാൽ ജംഗ്ഷൻ. ഈ നെരാൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മാത്തേരാനിലേക്കുള്ള വണ്ടി കയറണമെങ്കിൽ ടാക്സി. 15 രൂപയാണ് കല്യാൺ ജംഗ്ഷനിൽ നിന്ന് നെരാലിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് സെൻട്രൽ ലൈനാണ്. അതായത് സെൻട്രൽ റെയിൽവേയുടെ ആ ലൈനുണ്ട്. ഇതിൽ കയറിയാൽ മാത്രമേ നമുക്ക് മാത്തേരാനിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. നെരാൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വേണം അവിടേക്ക് പോകണമെങ്കിൽ. വണ്ടി ഇപ്പോൾ ഷേലു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മാത്തേരാനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണിത്. അങ്ങ് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മാത്തേരാനിലേക്കുള്ള പോകേണ്ട കുന്നുകൾ കാണാവുന്നതാണ്. ഈ മലനിരകൾ കയറി വേണം നമുക്ക് മാത്തേരാൻ ടൗണിലേക്ക് പോകണമെങ്കിൽ. ഇങ്ങനെ ഞാൻ നെരാൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കല്യാണിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നെരാൽ ജംഗ്ഷനിൽ എത്താവുന്നതാണ്. ഇവിടെ എക്സിറ്റ് വെസ്റ്റ് എന്ന് കാണുന്നില്ലേ, ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതിൽ പോയാൽ നേരെ പുറത്തേക്ക് പോകാവുന്നതാണ്. ഇവിടെ എത്തിയിട്ട് 3:57. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഇവിടെ ടോയ് ട്രെയിൻ കാണാവുന്നതാണ്. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവീസൊക്കെ നിർത്തിവെച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ വലതുഭാഗത്തേക്കാണ് നമുക്ക് പോവേണ്ടത്. അങ്ങനെ വലതുഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ബോർഡ് കാണാവുന്നതാണ്. അവിടെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, അഡൾട്ട് 120 രൂപ, ചൈൽഡ് 60 രൂപ. അതാണ് ടാക്സിയിൽ നമ്മൾ കൊടുക്കേണ്ട ചാർജ്. ഈ ചുരം കയറുന്ന ഭാഗത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ജുമാപട്ടി എന്നാണ് അതിൻ്റെ പേര്. ഇത് മാത്തേരാൻ ജംഗ്ഷനിൽ നിന്ന് നിരാൽ ജംഗ്ഷൻ വരെയുള്ള ടോയ് ട്രെയിനിൻ്റെ പാതയാണിത്. ഈ വഴിക്കാണ് കടന്നു പോകുന്നത്. ഈ ടോയ് ട്രെയിൻ കയറിയാൽ നമുക്ക് ഈ ചുരം കയറി പോകുന്ന എല്ലാ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ നിരാൽ ടൗണും ഒക്കെ കാണാവുന്നതാണ്. പക്ഷേ ഈ സമയത്ത് ആ സർവീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ വണ്ടികളൊക്കെ നിർത്തുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. മോട്ടോർ വാഹനങ്ങളൊക്കെ ഇവിടെ വരെ മാത്രമേ അലൗഡ് ഉള്ളൂ. അഡൾട്ട് 50 രൂപ ഒരാൾക്ക്, വലിയ ആൾക്ക്. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്കാണ് പോകാനുള്ളത്. പിന്നെ
ഫുള്ള് ഇതാണ്. കുരങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞു ഇവിടെ ഇതിൻ്റെ മാപ്പാണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ. അപ്പോൾ മാത്തേരാനിലേക്കുള്ള ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ചെറിയ കൊച്ചു കടകളൊക്കെ ഉണ്ട്, ചായയും മറ്റും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ആളുകളൊക്കെ കാത്തിരിക്കുന്നത് പ്രധാനമായിട്ടും അങ്ങോട്ട് പോകാനുള്ള ഇലക്ട്രിക് വണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ കുതിര സർവീസും ഇവിടെ നിന്നും ഉണ്ട്. ഈ രണ്ട് മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് മാത്തേരാൻ ടൗണിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നടന്നു തന്നെ പോകണം. നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് നടന്നു പോകാവുന്നതാണ്. ഏകദേശം അരമണിക്കൂറാണ് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ളത്. പുറത്തിങ്ങനെ ഇറങ്ങി വരാം. എന്തെല്ലോ വെക്കുന്നുണ്ട്, പേരക്ക, പിന്നെ കക്കരി, അതുപോലെ കടല, ഇതൊക്കെ. ആ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ അമലിനോട് ചെന്ന ഒരു സ്ഥലത്തെത്തും. അവിടെയാണ് നമുക്ക് ടോയ് ട്രെയിൻ കിട്ടുക, മാത്തേരാൻ ടൗണിലേക്കുള്ളത്. ഇത് ഏകദേശം അരമണിക്കൂറാണ് ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി സമയമെടുക്കുക. അപ്പോൾ ഈ ട്രെയിൻ വരുന്ന എല്ലാ സമയവും കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അമൽ ലോഡ്ജിൽ നിന്ന് മാത്തേരാനിലേക്കും മാത്തേരാനിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുമുള്ള എല്ലാ വിവരങ്ങളും അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ടിക്കറ്റിന് കാത്തുന്നപ്പോൾ ഇനി ഏകദേശം 5:45 അവിടെ നിന്നുള്ള ട്രെയിന് പുറപ്പെടുന്നത്. ഞാൻ 5 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ കുറേ ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാൻ തീരുമാനിച്ചു. ആ റെയിൽവേ ട്രാക്കിന് നേരെ പിടിച്ചാൽ നമുക്ക് മാത്തേരാൻ ടൗണിലേക്ക് എത്താം. പിന്നെ അതിന് തൊട്ട് മുന്നായിട്ട് ഒരു വ്യൂ പോയിന്റ് കൂടി അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി കാണാമെന്ന് കരുതിയിട്ട് ഞാൻ നേരെ അതിലെ അങ്ങ് നടന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ദൂരെ പച്ച ബോർഡ് കാണുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ടാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ പോയിന്റുകളുടെ തുടക്കമാണ്. പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. ഈ 7 കിലോമീറ്റർ നീളത്തിലുള്ള ഈ മലയുടെ ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് തള്ളി നിൽക്കുന്ന ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അങ്ങനെ ആ വ്യൂ പോയിന്റ് കണ്ട് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോഴുണ്ട് ടോയ് ട്രെയിൻ താഴേക്ക് പോകുന്നു. ഇത് അവിടെ എത്തിയിട്ട് വേണം തിരിച്ച് മാത്തേരാൻ ടൗണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളവിടെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ വ്യൂ പോയിന്റ് കാണാനും പറ്റില്ല. ഈ വ്യൂ പോയിന്റിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗം മുതൽ മാത്തേരാൻ ടൗൺ വരെ, അതായത് മെയിൻ അങ്ങാടി വരെ ഉള്ള സ്ഥലമാണ്, ആളുകൾ താമസിക്കുന്ന ഏരിയ. അത് ഇവിടുത്തെ ലോക്കൽസും അതുപോലെ ഹോം സ്റ്റേ, ലോഡ്ജിങ്, ഹോട്ടലുകൾ, റിസോർട്ട് എല്ലാം ഈ ഭാഗങ്ങളിലാണുള്ളത്. 2 സൈഡിലായിട്ടുമുണ്ട്. ഒന്ന് റെയിൽവേ ട്രാക്കിന് താഴെയായിട്ടും മറ്റത് അതിന് മുകളിലേക്കായിട്ടുമാണ് ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ലോഡ്ജിങ്, ഹോട്ടലും ഈ ലോക്കൽസിൻ്റെ വീടുകളൊക്കെ തന്നെയും നിൽക്കുന്ന പറഞ്ഞാൽ കുത്തനെയുള്ള ഒരു പാറയ്ക്ക് മുകളിലാണ്. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്, മാത്തേരാൻ ടൗണിലേക്ക്. അപ്പോൾ നേരത്തെ നമ്മളങ്ങോട്ട് പോകുന്നത് കണ്ടില്ല, ആ ട്രെയിനാണ് ആളെയും എടുത്തിട്ട് തിരിച്ചു വരുന്നത്. പിന്നെ ഈ ടൗണിലേക്ക് എന്ത് സാധനം കൊണ്ടുവരുന്നതും കുതിരപ്പുറത്താണ്. അത് ഷോപ്പിലേക്കുള്ള സാധനങ്ങളാവട്ടെ, മിനറൽ വാട്ടർ ആവട്ടെ, മറ്റെല്ലാ സാധനങ്ങളും കുതിരയുടെ പുറത്താണ് ഇവരിങ്ങോട്ട് എത്തിക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ഈ കുരങ്ങുകളുണ്ടല്ലോ, അത് ഹനുമാൻ ലങ്കൂർ എന്ന് അറിയപ്പെടുന്ന കുരങ്ങുകളാണ്, അല്ലെങ്കിൽ ഗ്രേ ലങ്കൂർ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണ്.
പിന്നെ കറുത്ത മുഖവും വെള്ളി നിറത്തിലുള്ള രോമങ്ങളും ആണ് ഇവയ്ക്കുള്ളത്. ശരീരത്തേക്കാൾ നീളമുള്ള വാലുകളാണ് ഇവയുടെ പ്രത്യേകത. ഇവിടെ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, ഇത് തിരിച്ച് മാത്തേരാനിൽ നിന്ന് നെരാലിലേക്ക് പോകുന്ന ആളുകളുടെ ക്യൂ ആണ്. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് വിചാരിച്ച സമയത്തൊന്നും കയറാൻ പറ്റില്ല. ആളുകൾ ഓരോരുത്തരായിട്ട് കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താൻ. ചിലപ്പോൾ ഭയങ്കര ക്യൂ ആണെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകുന്നതാണ് ഇതിനേക്കാൾ എളുപ്പം. പക്ഷേ നടക്കാൻ വല്ല പ്രയാസമുള്ള ആളുകൾക്ക് ഇത് തന്നെ മാർഗമുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു മഴയൊക്കെ പെയ്തു, അങ്ങനെ ഇരുടായി. അതുകൊണ്ട് തന്നെ പ്രധാനമായ വ്യൂ പോയിന്റുകളൊന്നും ഇന്ന് ഇനി കാണാൻ പറ്റുകയില്ല. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വേണം വ്യൂ പോയിന്റുകളൊക്കെ കാണാനായിട്ട് ഇറങ്ങാൻ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ആര് വന്നാലും അവർക്ക് റൂം കിട്ടില്ല. മാത്തേരാനിൽ ഉള്ളൊരു പ്രധാന പ്രശ്നം അതാണ്. സോളോ ട്രാവലേഴ്സിന് ഇവിടെ റൂമില്ല. ഇനി നമുക്ക് റൂം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം റൂം എടുക്കണമെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ നിവൃത്തിയുള്ളൂ. ഇവിടെ ഈ ആത്മഹത്യാശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പൊടി പോലും കിട്ടില്ല, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കരുതലായിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്.